ഹായ് ഗൈസ്, എല്ലാവർക്കും ഡ്രാമ ടെയിലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സയോൻ അപകടത്തിൽപ്പെട്ടതും സയോന്റെ DNA ടെസ്റ്റ് ഇനെ ഹീജുവിന് കാണിക്കുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. DNA റിപ്പോർട്ട് കണ്ടിട്ടും ഹീജു കൂൾ ആയിരിക്കുന്നത് കണ്ട് നിനക്കിതൊക്കെ അറിയാമായിരുന്നോ എന്ന് എന്നെ ചോദിക്കുന്നു. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീജു ആലോചിക്കുന്നത് സയോൻ അന്ന് അവളോട് പറഞ്ഞ വാക്കുകളാണ്. എനിക്കിത് പറയാൻ അവകാശമൊന്നുമില്ല, എന്നാലും അമ്മ പറഞ്ഞത് കൊണ്ടാണല്ലോ നീ കല്യാണത്തിന് സമ്മതിച്ചത്. ഇനിയും നീ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്തിനാണ് അവർ നമ്മളോട് ഇത്രയും വലിയ കള്ളം പറഞ്ഞത്? അവരുടെ ഫാമിലിയിൽ എന്താണ് നടക്കുന്നത് എന്ന് ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും, അത് സയോനോട് സംസാരിച്ചിട്ടാണെങ്കിലും എന്നും പറഞ്ഞ് ഇനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഇതിന്റെ ചോയ്സ് ആണ് എന്ന് ഹീജു പറയുന്നു. അവളുടെ സൗണ്ട് കേട്ട് ഇന ഷോക്കായി നിൽക്കുന്നു. ആക്സിഡന്റിന് ശേഷം ആദ്യമായിട്ടാണ് അവളുടെ സൗണ്ട് ഇന കേൾക്കുന്നത്. അമ്മ നിർബന്ധിച്ചത് കൊണ്ടോ ഇന കല്യാണത്തിൽ നിന്ന് പിന്മാറിയത് കൊണ്ടോ മാത്രമല്ല ഞാനിത് സമ്മതിച്ചത്. ഇതെന്റെ തീരുമാനമാണ്. പിന്നെ കള്ളം പറഞ്ഞതാണെങ്കിൽ അവൻ മാത്രമല്ലല്ലോ, ഞാനും കള്ളം പറഞ്ഞിട്ടില്ലേ? ഇനയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് മറുപടിയായിട്ട് പറഞ്ഞത്. അപ്പോ ഇതായിരുന്നല്ലേ നിന്റെ സൗണ്ട്? ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നീ എന്നെ ചെറുപ്പത്തിൽ ചേച്ചി എന്ന് വിളിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നിന്റെ അമ്മയെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എനിക്കൊരു അനിയത്തി വന്നപ്പോൾ ആദ്യമൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ചേച്ചി എന്ന് വിളിക്കുമ്പോൾ കേൾക്കാൻ നല്ല രസമായിരുന്നു. പ്രതീക്ഷിക്കാതെ ഇന ഇത് പറഞ്ഞപ്പോൾ ഹീജുവിന് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാരാണ് തന്നത് എന്ന് ഹീജു ചോദിച്ചപ്പോൾ എനിക്കതറിയില്ല. എന്റെ അച്ഛനോ നിന്റെ അമ്മയോ അല്ല ഇത് തന്നത്. പക്ഷേ ഇത് കണ്ടാൽ ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറും എന്നറിയുന്ന ആരോ ഒരാളാണ് ഇത് എനിക്ക് തന്നത്. ഇനി സയോനെയാണ് കാണിക്കുന്നത്. അവിടെ ആകെ തീ പിടിച്ചിട്ടുണ്ട്. ബോധം വന്ന സയോൻ ആ ആളെയും എടുത്ത് അവിടുന്ന് പുറത്തു കടക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ റൂഫൊക്കെ അവരുടെ മുന്നിൽ വീണ് അവർ വീണ്ടും അവിടെ വീണു പോകുന്നു. സയോനെ കുറെ നേരം വിളിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട് ഹീജു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി എമർജൻസി നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ 6 മണിക്കൂറിൽ കൂടുതൽ മിസ്സിംഗ് ആയാലേ കേസ് ഫയൽ ചെയ്യാൻ പറ്റൂ എന്നും നിങ്ങളുടെ ഹസ്ബൻഡ് ചിലപ്പോൾ ലേറ്റ് ആയതായിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ട് എന്റെ ഹസ്ബൻഡിനെതിരെ ക്രൈം നടന്നിട്ടുണ്ട് എന്നും ഏതോ ഒരു ഭ്രാന്തൻ എന്റെ ഹസ്ബൻഡിന്റെ ഓഫീസിൽ തീ പിടിപ്പിക്കുകയും ബോംബ് ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഹീജു അവരോട് പറയുന്നു. ഇതൊക്കെ കേട്ട് പോലീസ് ഓഫീസർ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഹീജുവിന് ഓർമ്മ വന്നത്. അവൾ സയോന്റെ പേര് പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. കോൾ കട്ട് ചെയ്തതിനു ശേഷം ടേബിളിൽ കാണുന്ന ടെസ്റ്റ് കാണുമ്പോൾ ഇനയോട് സംസാരിച്ചതാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെയാണെങ്കിൽ സയോന്റെ യഥാർത്ഥ പേരെന്തായിരിക്കും? എങ്ങനെയായിരിക്കും സയോൻ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന പറയുന്നത്, ഞാൻ ആദ്യമായി അവനെ കണ്ടത് 15 വയസ്സുള്ളപ്പോഴാണ്. അത് കുറച്ച് സ്ട്രേഞ്ച് ആയിരുന്നു. എന്നേക്കാൾ 2 വയസ്സ് മൂത്ത കുട്ടിയാണ് അവർക്കുള്ളത് എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ തൊട്ടടുത്തായിട്ടും അവനെ അതിനു മുമ്പ് ഞാൻ അവിടെ കണ്ടിട്ടേയില്ല. ഇത് കേട്ട് ഹീജു, വെറുതെയല്ല അവർ അവനോട് സ്ട്രേഞ്ചേഴ്സിനെ പോലെ പെരുമാറുന്നത്. അവരുടെ ഇടയിൽ ഒരു സ്നേഹവുമില്ല. എനിക്കെല്ലാം മനസ്സിലായി എന്നും പറഞ്ഞ് ഹീജു നേരെ പോകുന്നത് സയോന്റെ അച്ഛനെയും അമ്മയും കാണാനാണ്. എമർജൻസി നമ്പർ കാണിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യണം എന്ന് ഹീജു പറഞ്ഞത് കേട്ട് സയോന്റെ പാരന്റ്സ് ഷോക്കാകുന്നു. കാരണം അവൾക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് അവരപ്പോഴാണ് അറിയുന്നത്. സയോനെ ഗ്രാൻഡ് പാരന്റ്സിന് ഇഷ്ടമായിരുന്നു. എന്നിട്ടും എന്തിനാണ് ശരിക്കുമുള്ള പേരക്കുട്ടിയെ അവർ 15 വർഷത്തോളം ഒളിപ്പിച്ചു വെച്ചത്? ചിലപ്പോൾ ശരിക്കുമുള്ള പേരക്കുട്ടിയെ പുറമെ കാണിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഹീജു പറയുമ്പോൾ സയോന്റെ പാരന്റ്സിന് അതൊക്കെ കേട്ട് ചൂടാകുന്നു. പക്ഷെ സയോന്റെ അമ്മ അതൊക്കെ സമ്മതിച്ചു കൊടുത്തുകൊണ്ട് നീയും ഒരു സ്റ്റാൻഡിനാണ്, അതുപോലെ തന്നെ സയോനും ഞങ്ങൾക്കൊരു സ്റ്റാൻഡിനാണ്. ഇത് കേട്ട് ഹീജു, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് അവൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവന് നിങ്ങളെ വേണ്ടതിലും കൂടുതൽ നിങ്ങൾക്കാണ് അവനെ വേണ്ടത്. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് ഹീജു അവിടുന്ന് പോകുന്നു. ഹീജു പുറത്തെത്തിയപ്പോഴേക്കും അവരുടെ മാനേജർ അവളുടെ അടുത്തേക്ക് വന്ന് സയോനെ കിഡ്നാപ്പറിനെ കുറിച്ച് എന്തൊക്കെ അറിയാം എന്ന് ചോദിക്കുന്നു. എന്തൊക്കെ അറിയാം, അതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഹീജു പറയുന്നു. അവരുടെ ശരിക്കുള്ള മകൻ ചെറുപ്പത്തിൽ കണ്ണിന് സർജറി നടന്നിരുന്നു. അവന്റെ കണ്ണിന് 2 കളറായിരുന്നു എന്നൊക്കെ മാനേജർ പറഞ്ഞത് ഓർത്തുകൊണ്ടാണ് ഹീജു കാറിലേക്ക് കയറുന്നത്. ഇത് കേട്ടതും ആ കിഡ്നാപ്പർ ആണ് സയോന്റെ പാരന്റ്സിന്റെ ശരിക്കുമുള്ള മകൻ എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. താൻ ജീവിക്കുന്ന സുഖ സൗകര്യങ്ങളിൽ സയോൻ ജീവിക്കുന്നതിന് ദേഷ്യം തീർക്കാനായിരിക്കാം ചിലപ്പോൾ ആ കിഡ്നാപ്പർ അവനെ ഉപദ്രവിക്കുന്നതൊക്കെ. ഹീജു ആകെ സങ്കടപ്പെടുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. സയോൻ ആണോ എന്ന് വെച്ച് നോക്കുമ്പോഴേക്കും അത് സാങ്വുവിന്റെ കോൾ ആയിരുന്നു. കോൾ അറ്റൻഡ് ചെയ്ത് ഹീജു പെട്ടെന്ന് പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ എത്തി ഹീജു, സയോൻ എങ്ങനെയുണ്ട്, സർജറിയിലാണോ, ഒരുപാട് പരിക്കുണ്ടോ എന്നൊക്കെ ഓരോ ചോദ്യങ്ങൾ സാങ്വുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓർഫനേജിലെ മിസ്സിംഗ് കേസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടാണ് സാങ്വു ആ ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്നത്.
കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട കാൽനിഴലും ഒക്കെ സാങ്കുവിന്റെ ആയിരുന്നു. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടാണ് താൻ വന്നത് എന്ന് പറയുമ്പോഴേക്കും സാങ്കുവിനെ അവിടെ നിന്ന് അയാൾ പുറത്താക്കുന്നു. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് സയോൺ അവിടേക്ക് പോകുന്നത് സാങ്കു കാണുന്നത്. അങ്ങനെ സയോനെ പിന്തുടർന്ന് പോയപ്പോഴാണ് അവിടെ തീ പിടിച്ചത് കണ്ടതും അവരെ രണ്ടുപേരെയും സാങ്കു രക്ഷിച്ചതും ഒക്കെ. അവിടെ ആരാണ് തീയിട്ടത് എന്നോ സയോൺ എന്തിനാണ് അവിടെ പോയതോ എന്നോ നീയും സയോനും തമ്മിൽ എന്താണ് ബന്ധമെന്നോ ഒന്നും തന്നെ എനിക്കറിയില്ല. പക്ഷെ അവന്റെ ഈ ഫോണിലേക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന നിന്റെ കോൾ ഇഗ്നോർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞ് സയോന്റെ ഫോൺ ഹീജുവിന് കൊടുക്കുന്നു. താങ്ക് യു എന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചതിൽ സോറി എന്നും ഹീജു അവനോട് പറയുന്നു. അപ്പോഴാണ് സയോനെ സർജറി കഴിഞ്ഞ് കൊണ്ടുവരുന്നത്. ഒരുപാട് പരിക്കുകളൊന്നുമില്ല എന്നും മയക്കപ്പെടാൻ കുറച്ച് സമയമെടുക്കും എന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. സയോനെ അങ്ങനെ റൂമിലേക്ക് ആക്കിയതിനു ശേഷം നീ ഒരുപാട് പേടിച്ചിട്ടുണ്ടാകുമല്ലേ, നീ ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുണ്ടാകുമല്ലേ, എനിക്ക് എപ്പോൾ സങ്കടം വന്നാലും നീ എന്റെ കൂടെ ഉണ്ടാകും. പക്ഷെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിന്റെ കൂടെ ആരും ഉണ്ടാകാറില്ല. ഇനി നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ എന്നും പറഞ്ഞ് ഹീജു അവിടെ സയോന്റെ കയ്യും പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം യൂറി സാങ്കുവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഹോക്ചിൻ വരുന്നത്. ഇൻവെസ്റ്റിഗേഷൻ എവിടം വരെ ആയി എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഹോക്ചിൻ അവിടേക്ക് വന്നത്. കിഡ്നാപ്പർ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ സയോൻ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനു വേണ്ടിയാണ് ഹോക്ചിൻ കുറെ ഫുഡൊക്കെ ആയി യൂറിയുടെ അടുത്തേക്ക് വരുന്നത്. യൂറി ആണെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷന്റെ പ്രധാന കണ്ണിയായ ആ ട്വിങ്സിന്റെ കാര്യമൊക്കെ ഹോക്ചിന് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ കിഡ്നാപ്പർ ആണെങ്കിൽ 2 മീനിനെ മുറിച്ചിട്ട് അതിനെ തുന്നിക്കെട്ടി വെക്കുന്നു. അപ്പോഴാണ് കിഡ്നാപ്പറിന്റെ ഫോണിലേക്ക് ആ മാനേജർ എന്ന് പറഞ്ഞ ആളുടെ മെസ്സേജ് വരുന്നത്. നീയാണോ ആ ഷോപ്പിന് തീയിട്ടത്? സയോന് ഒന്നും സംഭവിക്കാത്തത് നിന്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നീ എങ്ങനെയാ ഇതൊക്കെ അറിഞ്ഞേ എന്ന് കിഡ്നാപ്പർ ചോദിക്കുന്നു. അതിന് മറുപടി പറയുന്നതിന് പകരം ഇത് നിന്റെ അവസാന വാണിംഗ് ആണ് എന്നാണ് അയാൾ മെസ്സേജ് അയച്ചത്. അങ്ങനെ സയോൻ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ സ്വപ്നം കാണുകയാണ്. അവൻ അങ്ങനെ മീനൊക്കെ പിടിച്ചു വരുമ്പോൾ അവൻ രക്ഷിച്ച ആ ഫിഷ് മാർക്കറ്റിലെ ആളോട് മറ്റൊരാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. സയോൻ ഫിഷ് മാർക്കറ്റിലെ ആളെ അച്ഛ എന്നൊക്കെയാണ് വിളിക്കുന്നത്. വന്ന ആളെ കുറിച്ച് സയോൻ ചോദിക്കുമ്പോൾ നിന്നോട് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്ന് നീ നേരത്തെ തന്നെ കിടന്നുറങ്ങണം എന്നാണ് അയാൾ പറയുന്നത്. രാത്രി ഉറക്കം എഴുന്നേൽക്കുമ്പോൾ സയോൻ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആ കുട്ടിയെ ആ വന്ന ആൾ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ സയോന്റെ വളർത്തച്ഛൻ വന്ന് സയോനെ റൂമിലേക്ക് ആക്കുന്നുണ്ട്. പേടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സയോൻ നേരെ വന്ന് പെട്ടത് അവന്റെ മുത്തച്ഛന്റെ മുന്നിലേക്കാണ്. ചില മോൺസ്റ്റേഴ്സ് ഉണ്ടാകുന്നതാണ്. ചിലർ ജന്മനാ തന്നെ മോൺസ്റ്റേഴ്സ് ആയി ജനിക്കും. പക്ഷെ എങ്ങനെയാണ് അങ്ങനെ ഒരു മോൺസ്റ്റർക്ക് എന്റെ കുടുംബത്തിൽ തന്നെ ജനിക്കുന്നത്? ആദ്യം ഗോൾഡ് ഫിഷ് ആയിരുന്നു, പിന്നീട് പൂച്ചയായി മാറി, പിന്നെ അവനേക്കാൾ ചെറിയ കുട്ടികളായി. ഈ സ്വഭാവം മാറും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഡെഡ് ബോഡികളുടെ ബാഗുകളുടെ എണ്ണം മാത്രമേ കൂടിയുള്ളൂ. ഇനി ഒന്നിനും കുഴപ്പമില്ല, അതുപോലെ ഒരു ബാഗിലായല്ലോ അവനും. എന്റെ പേരക്കുട്ടിയുടെ സ്ഥാനത്തേക്ക് എനിക്ക് ആരെ വേണമെങ്കിലും വെക്കാം. നിനക്ക് ഇതുവരെ ഞാൻ പേരിടാത്തത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് പേടിച്ച് അവൻ പുറകിലേക്ക് വെള്ളത്തിലേക്ക് വീഴുന്നു. ഇങ്ങനെയാണ് സയോൻ അവരുടെ പേരക്കുട്ടിയായി മാറിയത്. ഈ ഇൻസിഡന്റ് ഓർത്തുകൊണ്ടാണ് എല്ലാ ദിവസവും സയോൻ പേടിച്ചെഴുന്നേൽക്കാറ്. അതിൽ നിന്നും അവനെ രക്ഷിച്ചിരുന്നത് ഹീജുവിന്റെ സൈൻ ലാംഗ്വേജ് ആയിരുന്നു. സയോൻ അങ്ങനെ കണ്ണു തുറക്കുന്ന സയോൻ കാണുന്നത് ഹീജുവിനെയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് സയോനെ ആശ്വസിപ്പിച്ചതിനു ശേഷം ഡോക്ടറെ വിളിക്കാൻ വേണ്ടി ഹീജു പുറത്തേക്ക് പോകുന്നു. അപ്പോഴാണ് അവിടേക്ക് സാങ്കു വരുന്നത്. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് സയോൻ പറയുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. ഇതെന്റെ അച്ഛന്റെ ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് നീ ഇവിടെയുള്ള കാര്യം ആരും അറിയാൻ പോകുന്നില്ല, നന്നായി റെസ്റ്റ് എടുത്തോളൂ എന്നും പറഞ്ഞ് സാങ്കു പുറത്തേക്ക് പോകുമ്പോൾ എന്റെ കൂടെയുള്ള ആൾക്ക് എങ്ങനെയുണ്ട് എന്ന് സയോൻ ചോദിക്കുന്നു. ആളെ കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നും കൂടി സാങ്കു ചോദിക്കുന്നു. ഇയാളാണ് എന്നെ വളർത്തിയിരുന്നത്. ഇദ്ദേഹം പേര് മാറ്റിയ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പഴയ പേര് വെച്ചാണ് ഞാൻ ഇത്രയും കാലം തിരഞ്ഞുകൊണ്ടിരുന്നത് എന്ന് സയോൻ പറയുന്നത് കേട്ട് സാങ്കു ഷോക്കായിക്കൊണ്ട് നിന്നെ വളർത്തിയ ആളോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്, പ്രൈവറ്റ് മാറ്റർ ആണ് എന്നൊക്കെ സയോൻ പറയുമ്പോൾ പ്രൈവറ്റ് ആയ കാര്യത്തിൽ ഹീജു എങ്ങനെ വന്നു എന്നാണ് സാങ്കുവിന്റെ ഡൗട്ട്. എനിക്ക് ഈ ലോകത്ത് ആകെയുള്ള ഫാമിലിയും ഗോഡിയനും ഹീജു ആണ്. ഞങ്ങൾ തമ്മിൽ മോശമായ ബന്ധമൊന്നുമല്ല, അതുകൊണ്ട് അത് പേടിക്കണ്ട എന്ന് സയോൻ അവനോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഹീജുവിനെ ഹൈഡ് ചെയ്തത് എന്ന് സാങ്കു ചോദിക്കുമ്പോൾ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ആ ന്യൂസ് അറിയും, എന്നെ എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്യും, ഹീജുവിനും അതുപോലെ വരണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്നാണ് സയോൻ മറുപടി കൊടുക്കുന്നത്. എന്നെ രക്ഷിച്ചതിന് താങ്ക് യു എന്നും ഇയാളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുമാണ് സയോൻ പറയുന്നത്. ഓർഫനേജ് മിസ്സിംഗ് കേസിലെ കുറ്റവാളി ജീവനോടെ ഉണ്ട് എന്നോട് പറഞ്ഞത് ഇദ്ദേഹമാണ്. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കിഡ്നാപ്പറും അവൻ തന്നെയാണ്. അവൻ മരിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ അവൻ എപ്പോഴും ജീവനോടെയുണ്ട്. ഇതൊക്കെ കേട്ട് സാങ്കു ഷോക്കായിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് സയോന്റെ അച്ഛനെയാണ്. പ്രസ് കോൺഫറൻസിൽ പറയാനുള്ള സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് സയോന്റെ അച്ഛൻ.
അവിടേക്ക് സ്റ്റാഫ് വന്ന് ക്യാമറയൊക്കെ റെഡി ആയിട്ടുണ്ട്, പക്ഷെ അവരെല്ലാവരും സയോനെ കുറിച്ച് ചോദിക്കും എന്ന് പറയുന്നു. സയോന്റെ അച്ഛൻ മാനേജറോട് സയോനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? ഇതുവരെ ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മാനേജർ പറയുന്നു. ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് സയോന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ, പ്രൊഫസറെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഒരു ഇൻഫോർമേഷനും കിട്ടിയില്ല എന്ന് മാനേജർ പറയുന്നു. ആ സമയത്ത് സയോന്റെ അച്ഛന്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. മെസ്സേജ് ഓപ്പൺ ചെയ്ത അച്ഛൻ ഒന്ന് ചിരിക്കുന്നുണ്ട്. റൂമിലെത്തിയ സയോൺ അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഹീജുവിന്റെ കുറെ മെസ്സേജ് വന്നതും വോയിസ് മെയിലും ഒക്കെ അവൻ കേൾക്കുന്നത്. അവനെ കാണാതെ എത്രത്തോളം ഹീജു ടെൻഷൻ അടിച്ചു എന്ന് അവന് മനസ്സിലാകുന്നു. നേഴ്സിനോട് എന്റെ ഗാർഡിയൻ പുറത്തു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുറത്താരുമില്ലല്ലോ എന്ന് നേഴ്സ് പറയുന്നത് കേട്ട് ഒരുപാട് പ്രാവശ്യം ഹീജുവിനെ വിളിക്കുന്നു. ഹീജു ആണെങ്കിൽ സയോന്റെ റൂം മുഴുവൻ അരിച്ചു പെറുക്കൊണ്ടിരിക്കുകയാണ് ആ കിഡ്നാപ്പറിന്റെ ഫോണിന് വേണ്ടി. സയോന്റെ അച്ഛൻ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ വൈഫിന് വേണ്ടി ഞാൻ ക്രാബ് വെച്ച് ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് സ്നേഹമുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെയൊക്കെ ആക്ട് ചെയ്യുകയാണ് അവരവിടെ. അവിടെയുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടർ നിങ്ങളുടെ മകന് വേണ്ടി എന്താ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കോളിംഗ് ബെൽ കേൾക്കുന്നു. എന്റെ മകന് ഇന്നിവിടെ വരാൻ പറ്റാത്തത് കൊണ്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ വരുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ട് സയോന്റെ അമ്മ ഒന്ന് ഷോക്കായി ആരാ വരുന്നത് എന്ന് നോക്കുമ്പോൾ വേറെ ആരുമല്ല എന്റെ ഡോക്ടറിലോ എന്നും പറഞ്ഞ് സയോന്റെ അച്ഛൻ പരിചയപ്പെടുത്തുന്നത് ഇനയെയാണ്. കിഡ്നാപ്പറിന്റെ ഫോണുമായി ഹീജു നേരെ വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അപ്പോഴേക്കും സയോനും അവിടെ എത്തുന്നുണ്ട്. നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ഹീജു ചോദിക്കുമ്പോൾ തിരിച്ചും സയോൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. ഹീജുവിന്റെ കയ്യിലെ ഫോൺ വാങ്ങി അവളെയും കൊണ്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ഹീജു സമ്മതിക്കാതെ നീ എന്തിനാണ് എന്നോട് ഇത്ര കാലം കള്ളം പറഞ്ഞത്? നീ ശരിക്കുള്ള പെക്സവൻ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കുമുള്ള പെക്സവൻ ആരാണ് എന്നും എനിക്കറിയാം. ഞാൻ ചെയ്തതിലും വലിയ തെറ്റാണ് നീ ചെയ്തത്, അതും കുറെ വർഷങ്ങളായിട്ട്. ഇതൊന്നും അറിയാതെയല്ലേ ഞാൻ ആ കിഡ്നാപ്പറിന്റെ കൂടെ കൂടി നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തത്? ഇനിയും അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇനിയൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ ഹീജു വളരെ ഇമോഷണൽ ആയിട്ട് പറയുന്നു. ഇതൊക്കെ കേട്ട് സയോൻ നീ എന്റെ കൂടെ നിന്നാൽ നിനക്ക് പ്രശ്നമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഞാൻ നിന്നോട് എന്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് പറയുന്നത്. ഇതൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ലേ? നീ എന്റെ കൂടെ എപ്പോഴും വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞ് കരയുന്ന ഹീജുവിനെ ഹഗ് ചെയ്യുന്നു. ഞാൻ ശരിക്കുമുള്ള സയോൺ അല്ലാത്തതിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നത് കേട്ട് എനിക്കൊരു കുഴപ്പവുമില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നറിഞ്ഞിട്ടും ഞാനാണ് 406 എന്നറിഞ്ഞിട്ടും നീ എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ. ശരിക്കുമുള്ള നീ ആരാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമാണ്. ഇതറിയാൻ വൈകിയതിൽ ഞാൻ നിന്നോട് സോറി ചോദിക്കുന്നു എന്നൊക്കെ ഹീജു മറുപടി പറയുന്നു. ഇനി സയോന്റെ അച്ഛന്റെ പ്രോഗ്രാം ഷൂട്ടിലാണെങ്കിൽ ഇന അവന്റെ പാരന്റ്സിന് പണി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സയോന് നിങ്ങൾ രണ്ടുപേരുടെയും ഫേസ് കട്ടില്ലല്ലോ, സയോൻ ആരെപ്പോലെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താ പറയുന്നേ? ഞാൻ ചെറുപ്പത്തിൽ അവനെ പോലെ തന്നെ നല്ല ജോലൈനൊക്കെ ഉള്ള ആളായിരുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ അവിടുന്ന് രക്ഷപ്പെടുന്നു. ഇന വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പഴയ ആൽബം കാണിക്കാനാണ് ഇന അടുത്തത് പറയുന്നത്. അതിൽ ഒരു റിപ്പോർട്ടർ നിങ്ങൾ മാരേജിന് ശേഷം ഒരുമിച്ച് ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടില്ലല്ലോ, അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ മാരേജിന് മുമ്പ് എനിക്കറിയുന്ന സയോനും ശേഷം അറിയുന്ന സയോനും ഡിഫറെന്റ് ആയിരുന്നു. മാരേജിന് മുമ്പ് എനിക്കറിയാവുന്ന സയോൺ ഇതായിരുന്നു. മാരേജിന് ശേഷം എനിക്ക് മനസ്സിലായി ഇവരുടെ മകൻ എന്ന് പറയുന്നതും സയോന്റെ അമ്മ അവളെ തടയാൻ പോകുന്നു. അപ്പോഴാണ് ഒരു കോളിംഗ് ബെൽ കേൾക്കുന്നത്. അത് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ മാറുന്നു. ആ സമയം സയോന്റെ അച്ഛൻ നിന്നോട് പകൽ സമയത്ത് ഡ്രിങ്ക്സ് അടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്നും പറഞ്ഞ് ടോപ്പിക് മാറ്റുന്നു. അവിടേക്ക് ഒരു പാർസൽ ബോക്സ് ആണ് വരുന്നത്. ഇന്നത്തെ മെയിൻ ഡിഷ് ഇതാണെന്നും പറഞ്ഞ് ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ളത് കണ്ട് പേടിച്ച് ആ ബോക്സ് താഴെ ഇടുന്നു. നേരത്തെ കിഡ്നാപ്പർ തുന്നിക്കെട്ടിയ മീനുകൾ ആയിരുന്നു അത്. ഇത് അയച്ചത് ആരാണെന്ന് മനസ്സിലാക്കിയ സയോന്റെ അമ്മ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുന്നു. കിഡ്നാപ്പറെ ഫോളോ ചെയ്ത് കുറെ ദൂരം അമ്മ പോകുന്നുണ്ട്. കുറെ സമയത്തിന് ശേഷം സാങ്കുവിന്റെ മെസ്സേജ് കണ്ട യൂറി അവനെ കാണാൻ ഓടിയെത്തുന്നു. ഓടി വരുന്ന യൂറിയെ കണ്ട് ശ്രദ്ധിക്ക് എന്ന് സാങ്വു പറയുമ്പോഴേക്കും ദേ കിടക്കുന്നു യൂറി സാങ്കുവിന്റെ മേത്ത്. അവന്റെ കയ്യിലെ പരുക്ക് കണ്ട് ഇതെന്ത് പറ്റിയതാ എന്ന് പറഞ്ഞ് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് അവന്റെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ പരുക്ക് കാണുന്നത്. അവളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാരാണ് ചെയ്തത് എന്നായിരുന്നു. ഇതൊരു വലിയ സ്റ്റോറിയാണ് എന്ന് പറയുന്നത് കേട്ട് എന്നാൽ നമുക്ക് കഴിച്ചുകൊണ്ട് പറയാം എന്നും പറഞ്ഞ് യൂറി അവനെ കൊണ്ടുപോകുന്നു. വലിയ ഇൻസിഡന്റ് ഒന്നുമല്ല, ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടായതാണ് എന്ന് പറയുന്നതും യൂറി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡൊക്കെ അവന്റെ മുഖത്തേക്ക് എത്തുന്നു. ഇതാരാണ് ചെയ്തത് എന്ന് യൂറി ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അത് ഒരാളുടെ പേഴ്സണൽ മാറ്റർ ആണ് എന്ന് സാങ്വു പറയുന്നു. ഒന്ന് ആലോചിച്ചതിന് ശേഷം യൂറി ഓർഫനേജ് മിസ്സിംഗ് കേസിനെ കുറിച്ച് ഇനിയും നമ്മൾ അന്വേഷിക്കണം എന്ന് തന്നെയാണോ നിനക്ക്? ഇത് എയർ ചെയ്യരുത് എന്നാണ് മുകളിലുള്ളവർ പറയുന്നത്. ആരോ ഇതൊക്കെ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. സാങ്വുവും അതിനെ കുറിച്ച് ആലോചിക്കുന്നു.
അവർ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും എന്റെ ഫേസ് ഒന്നും കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന അവിടെ നിന്നും പോകുന്നത്. സയോന്റെ അച്ഛൻ അവളെ ഉപദേശിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇന അവിടെ നിന്ന് പോകുന്നു. സയോൻ അങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ്. ഉറങ്ങാൻ കണ്ണടയ്ക്കുമ്പോൾ തീയുടെ സ്വപ്നമാണ് കാണുന്നത് എന്ന് പറയുന്നത് കേട്ട് ഹീജു അവന്റെ കൂടെ കിടക്കുന്നു. നേരത്തെ നീ എങ്ങനെയാ എന്നെ കണ്ടുപിടിച്ചത് എന്ന് ഹീജു ചോദിക്കുമ്പോൾ സയോൻ അവന്റെ ഫോൺ എടുത്ത് ഹീജുവിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തത് കാണിച്ചു കൊടുക്കുന്നു. എപ്പോ മുതലാണ് നീ ഇതൊക്കെ ചെയ്തത് എന്ന് ഹീജു ചോദിക്കുമ്പോൾ അന്ന് ട്രിപ്പിന് പോയപ്പോൾ ആക്സിഡന്റ് സംഭവിച്ചതിനു ശേഷമാണ് ചെയ്തത്. ഇതുപോലെ ഒന്ന് എന്റെ ഫോണിലും എനിക്ക് വേണം, എനിക്കും ഇപ്പൊ പേടിയാണ് എന്ന് ഹീജു പറയുമ്പോൾ സയോൻ ഫ്യൂച്ചറിൽ എന്നെ ഇതുപോലെ കാണാതാവുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ നീ ഒരിക്കലും എന്നെ തേടി വരരുത് എന്ന് എനിക്ക് വാക്ക് തരാൻ പറയുമ്പോൾ ഹീജു സമ്മതിക്കുന്നില്ല. നീ എന്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ നിന്റെ അടുത്തേക്ക് വന്നോളാം. അവൻ ആരാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ, ഇനിയെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എന്നാലും അയാൾക്ക് എന്തായിരിക്കും വേണ്ടത് എന്ന് ഹീജു ചോദിക്കുമ്പോൾ അവന് എന്താ വേണ്ടത് എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എന്താണ് വേണ്ടത് എന്ന് എനിക്ക് നന്നായി അറിയാം. ഈ പേരും പൊസിഷനും എല്ലാം ഒഴിവാക്കി നിന്റെ കൂടെ ഫ്രഷ് ആയി സ്റ്റാർട്ട് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ സയോൺ പറയുന്നു. അങ്ങനെ കിടന്ന് ഹീജു ഉറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് സാങ്കുവിന്റെ കോൾ വരുന്നത്. ആ അങ്കിളിന് ബോധം വന്നിട്ടുണ്ട്, അയാൾ നിന്നെ കാണണം എന്നാണ് പറയുന്നത്. ഇത് കേട്ട സയോൺ അയാളെ കാണാൻ പോകുന്നു. എങ്ങനെയാണ് ആ കിഡ്നാപ്പർ ജീവനോടെ ഉള്ളത് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ കുട്ടിയെ ഒരു ബ്ലാക്ക് ബാഗിലാക്കി എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാൻ പറഞ്ഞ് സയോന്റെ മുത്തശ്ശൻ അയാൾക്ക് കൊടുക്കുന്നു. പക്ഷെ ആ ബാഗ് ഇളകുന്നത് കണ്ട് തുറന്നു നോക്കിയപ്പോഴാണ് ആ കുട്ടി മരിച്ചിട്ടില്ലായിരുന്നു. ജീവനുള്ള ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി അയാൾക്ക് മനസ്സ് വന്നില്ല. സയോനെ വളർത്തിയ പോലെ ആ കുട്ടിയെയും വളർത്താൻ അയാൾ തീരുമാനിച്ചു. പക്ഷെ വലുതാകുന്നതിനനുസരിച്ച് ആ കുട്ടിയുടെ സൈക്കോ സ്വഭാവം വളർന്നുകൊണ്ടേയിരുന്നു. ഇത് കേട്ട് സയോൻ അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ കറുത്ത ബാഗൊക്കെ എവിടെയാണ് വെച്ചത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ആ കിഡ്നാപ്പറിനെ ഫോളോ ചെയ്തു വന്ന അമ്മ ഒരു വീട്ടിലേക്കാണ് എത്തുന്നത്. അവിടെ വെച്ച് കിഡ്നാപ്പറെ, അതായത് ശരിക്കുമുള്ള സയോനെ അമ്മ നേരിട്ട് കാണുന്നു. സയോന്റെ ഓഫീസിലാണെങ്കിൽ കാങ് സാർ ഹോസ്പിറ്റലിലാണ്, നമുക്ക് സാറെ കാണാൻ പോയാലോ എന്നൊക്കെ പ്ലാൻ ഇടുകയാണ്. ഇത് കേട്ട് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാങ് നമുക്ക് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റൽ കണ്ടുപിടിച്ച് അവിടെ സാറെ കാണാൻ പോകണം എന്നാണ് പറയുന്നത്. സാങ്കുവും ഹീജുവും കോഫി കുടിക്കുമ്പോൾ എങ്ങനെയാണ് ഹീജു സംസാരിക്കുന്ന കാര്യം സാങ്കു അറിഞ്ഞത് എന്ന് പറയുകയാണ്. ഇവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ ഓർഫനേജിൽ പോയപ്പോൾ ഒരു കരയുന്ന കുട്ടിയെ ഹീജു താരാട്ട് പാടി ഉറക്കുന്നുണ്ടായിരുന്നു. അത് സാങ്കു കണ്ടിരുന്നു. അങ്ങനെയാണ് ഹീജു സംസാരിക്കുന്ന കാര്യം സാങ്കു അറിഞ്ഞത്. സയോനും ഹീജുവും തമ്മിലുള്ള റിലേഷൻ പറയാൻ പോകുമ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി സയോൺ നിന്നെ ഹൈഡ് ചെയ്യുന്നതല്ല, മറിച്ച് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് എന്ന്. ഇതൊക്കെ ഓർത്തുകൊണ്ട് സയോന്റെ റൂമിലേക്ക് വരുമ്പോഴാണ് അന്ന് ബ്രിട്ടീഷ് എംബസിയിൽ വെച്ച് സയോൻ പറഞ്ഞ കാര്യം ഓർക്കുന്നത്. എന്റെ വൈഫ് എന്റെ സീക്രട്ട് ആണെന്ന്. അന്ന് ഹീജു അതും പറഞ്ഞ് കുറെ തർക്കിച്ചിരുന്നെങ്കിലും ഇന്ന് അതൊക്കെ സത്യമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവൾ റൂമിലേക്ക് കയറുമ്പോൾ സയാൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയായിരുന്നു. ഞാൻ ടൈ കെട്ടിത്തരാം എന്നൊക്കെ ഹീജു പറയുന്നു. ഹീജുവിനെ ടൈ കെട്ടാൻ അറിയാത്തത് കൊണ്ട് സയോൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ടൈ ഒക്കെ കെട്ടി അവർ ഹഗ് ചെയ്ത് നിൽക്കുമ്പോഴാണ് സയോന്റെ ഫോണിലേക്ക് കാങ്ങിന്റെ കോൾ വരുന്നത്. സയോനെ കാണാൻ ഞങ്ങൾ ടീം മെമ്പേഴ്സ് എല്ലാവരും എത്തി എന്ന് പറയാനായിരുന്നു കാങ് വിളിച്ചിരുന്നത്. ഇത് പറഞ്ഞതും അവരുടെ ഡോറിൽ ആരോ മുട്ടുന്നത് കേൾക്കുന്നു. കാങ് ഡോർ തുറക്കുമ്പോഴേക്കും സയോൻ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഡോർ പൂട്ടി സയോൻ തന്നെ തുറന്ന് പുറത്തേക്ക് വരുന്നു. ഹീജു ആണെങ്കിൽ ഉള്ളിൽ പേടിച്ചു നിൽക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടാൽ തീർന്നു കാര്യം. ഉള്ളിൽ കയറാൻ വേണ്ടി കാങ് ഓരോ കാരണം പറയുന്നുണ്ടെങ്കിലും സയോൻ അതൊന്നും സമ്മതിക്കുന്നില്ല. അവസാനം എനിക്ക് ഇന്നത്തെ പ്രോഗ്രാമിന് റിഹേഴ്സൽ സാറിന്റെ കൂടെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ റിഹേഴ്സലിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ എന്ന് സയോൻ പറഞ്ഞത് കേട്ട് കാങ് അതിൽ വീണു പോകുന്നു. ശരിയാണ്, നമ്മൾ നല്ല സിങ്ക് അല്ലേ എന്നും പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് കാങ്ങും ടീം മെമ്പേഴ്സും അവിടെ നിന്ന് പോകുന്നു. അവരങ്ങനെ പോകുമ്പോൾ സയോൻ ദോജയെ വിളിച്ച് എന്നെ പേഴ്സണലായിട്ട് കാണാൻ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാങ്ങിന്റെ ഫേസ് മാറുന്നു. ഓഹോ, എന്നോട് സംസാരിക്കില്ല, അവനോട് സംസാരിക്കും എന്നാണ് കാങ്ങിന്റെ ഇപ്പോഴത്തെ ഫേസ് എക്സ്പ്രഷന്റെ മീനിങ്. അങ്ങനെ സയോന്റെ കൂടെ ഇന്റർപ്രിറ്റർ ആയിട്ട് ഹീജുവിന്റെ ആദ്യത്തെ ജോലിയാണ് ഇന്ന്. ഹീജുവിനെ ടിവിയിൽ കാണുമ്പോൾ അവളുടെ അച്ഛനും ടീം മെമ്പേഴ്സും ഒക്കെ ഒരുപാട് സന്തോഷവും അഭിമാനവും ആകുന്നുണ്ട്. ഹൊക്ജിൻ സയോനെ വിളിച്ച് നീ തന്ന ക്യൂസ് സോൾവ് ചെയ്യാൻ ഞാൻ ഒരുപാട് നോക്കി, പക്ഷെ ഒരു ക്ലൂവും കിട്ടുന്നില്ല. ആ ട്വിങ്സിനെ കുറിച്ച് നിനക്ക് അറിയുമോ എന്ന് ഹൊക്ജിൻ ചോദിക്കുമ്പോൾ ട്വിങ്സോ, ഏത് ട്വിങ്സ് എന്ന് സയോൻ തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മിസ്സിംഗ് ആയ കുട്ടികളിലെ ഒരാളുടെ ഫാമിലി പുറത്തുണ്ട് എന്നല്ലേ അർത്ഥം? ഈ ഒരു കുട്ടിയുടെ ബ്രദറിനെ കണ്ടുപിടിച്ചാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ കൂടെ തന്നെ ഇത് സക്സസ് ആവുകയാണെങ്കിൽ നിന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എനിക്ക് തന്നെ വേണം കേട്ടോ എന്നും കൂടി ഹൊക്ജിൻ പറയുന്നുണ്ട്. കോൾ കട്ട് ചെയ്തതിനു ശേഷം സയോൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്നലെ സംസാരിച്ചപ്പോൾ ആ ബാഗുകളൊക്കെ എവിടെയാണ് വെച്ചത് എന്ന് അങ്കിൾ പറഞ്ഞിരുന്നു. അവിടേക്കാണ് സയോൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം ദോജെ ഹീജുവിന് കാർ ഓപ്പൺ ചെയ്തു കൊടുത്തിട്ട്
പ്രോഗ്രാം കഴിഞ്ഞാൽ നിങ്ങളെ ഓഫീസിലാക്കണമെന്ന് സാർ എന്നോട് പറഞ്ഞിരുന്നു എന്നും പറഞ്ഞ് അവൾക്ക് കുടിക്കാൻ വെള്ളവും കൊടുക്കുന്നു. ആ കുട്ടികളെയൊക്കെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് സയോൺ ഇപ്പോൾ എത്തുന്നു. ചെറുപ്പത്തിൽ എന്തുകൊണ്ടാണ് അയാൾ ആ ബാഗ് റെസ്പെക്റ്റോടും സങ്കടത്തോടും കൂടി തൊട്ടത് എന്ന് സയോൺ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈ സമയം സയോന്റെ ഫോണിലേക്ക് ഹൊക്ജിൻ വിളിച്ചിട്ട് പോലീസ് പെർമിഷൻ തന്നതുകൊണ്ട് ആ മിസ്സായ ട്വിൻസിന്റെ ഫാമിലിയുടെ DNA ടെസ്റ്റ് ഞാൻ ചെയ്തിരുന്നു. എന്നിട്ട് ഒരു ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് അതിന്റെ റിസൾട്ട് നീ തന്നെ നോക്കുന്നതായിരിക്കും നല്ലത്, ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. റിസൾട്ട് കണ്ട സയോനാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇതേ സമയം ആ ട്വിങ്ങിന്റെ ബ്രദർ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. വേറെ ആരുമല്ല, ദോജ തന്നെയാണ് ആ ട്വിങ്ങിന്റെ ബ്രദർ. ഇതറിഞ്ഞ് സയോൻ അവന്റെ ഫോണിലേക്ക് കുറെ പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും ആ കോളൊന്നും ദോജ എടുക്കുന്നില്ല. ദോജയെ കൊടുത്ത് വെള്ളം കുടിച്ച് ഹീജു ആണെങ്കിൽ ബോധം കെട്ട് കിടക്കുകയാണ്. ദോജയെ കോൾ എടുക്കാത്തത് കൊണ്ട് സയോൻ ടെൻഷൻ അടിച്ച് ഹീജുവിന്റെ ഫോണിലേക്കും വിളിക്കുന്നു. ഹീജുവിന്റെ ഫോൺ അൺഅവൈലബിൾ ആവുന്നതിനാൽ സയോൻ ആകെ ടെൻഷൻ അടിക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ദോജെ ഹീജുവിനെ എന്തെങ്കിലും ചെയ്യുമോ, സയോൻ എങ്ങനെയാണ് ഹീജുവിനെ കണ്ടുപിടിക്കുക എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.